Hi dears, welcome back. ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റവ ദോശ നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ നമുക്ക് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയാൽ ഇവിടെ തികയാറില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റവ ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് എപ്പോഴൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കുറച്ച് ഓയിലൊക്കെ ഉള്ള ഐറ്റമാണ്. എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1/2 കപ്പ് റവയാണ് വേണ്ടത്. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സെയിം കപ്പിന് തന്നെ 1/2 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. എന്താണെന്ന് വെച്ചാൽ റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ തിക്നെസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ നേരിട്ട് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് അത് ഓരോ ദോശ ചുട്ടെടുക്കുന്നതിനനുസരിച്ച് അത് തിക്കായിട്ട് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം യോജിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അത് 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. ഒക്കെ ഒരു 2 ടേബിൾ സ്പൂൺ, കൂടുതലൊന്നും വേണ്ട, കുറച്ചൊക്കെ മതി. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, വറ്റൽമുളക് ക്രഷ് ചെയ്തത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടെ ആകുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്ക് ഈ ഒരു റവയൊക്കെ ഒന്നുകൂടെ ഒന്ന് സോക്കായിട്ട് കിട്ടും. 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒന്നുകൂടെ തിക്കായിട്ട് ഇത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്കിത് കിട്ടണം. അത് വിചാരിച്ചിട്ട് ഓവർ ലൂസും ആവരുത്. ഓവർ ലൂസായാൽ നമ്മുടെ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതായി ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ പിരിഞ്ഞ് പോവുമല്ലോ. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിരിഞ്ഞ് പോകുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ. അതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് ഈ മേൽഭാഗത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. നേരിട്ട് പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കും. കൂടുതലുള്ളതൊക്കെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആയിക്കോളും. എന്നിട്ട് അത് മേൽഭാഗം ഒന്ന് വേവായിട്ട് വരുമ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് കൂടെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടീസ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തേക്കൊക്കെ അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഓയിൽ സ്പ്രെഡ് ആയിക്കോളും. ഇതുപോലെ അങ്ങ് സൈഡ് ഭാഗത്തേക്കൊക്കെ ആക്കിയാൽ പെട്ടെന്ന് തന്നെ അത് ക്രിസ്പി ആയിട്ട് വന്നോളും. പിന്നെ ഇത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന അത്ര ഈസി ആയിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടി കരിഞ്ഞു പോകുമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു കളറായി വരുന്ന സമയത്ത്, സൈഡൊക്കെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടും നമുക്കിത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നതെന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴും ഒഴിച്ച ശേഷം ആ മേൽഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ നമുക്ക് കിട്ടും. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ദോശയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈ ചട്നി ഇൻഷാ അല്ലാഹ് നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണിക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന മറ്റ് ചട്നികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം കേട്ടോ. താങ്ക്